അങ്ങനെ ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് റിലീസായിരിക്കുകയാണ്. ഒറ്റ രീതിക്ക് പറയുകയാണെങ്കിൽ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർവൽ ഈസ് ബാക്ക്. ചുമ്മാ പറഞ്ഞതല്ല, പടത്തിൻ്റെ സ്റ്റോറി പ്ലോട്ട് ആണെങ്കിലും ഡ്യൂറേഷൻ ആണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ മാർവലിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം നല്ലോണം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പടം താഴ്ത്തും. അതാണ് ഇതുവരെ നടന്നുകൊണ്ട് ഈ മൾട്ടിവേഴ്സ് ആകെയിൽ നടന്നുകൊണ്ടിരുന്നത്. തണ്ടർബോൾട്സ് പടം ക്രിട്ടിക്കലി സക്സസ് ആയെങ്കിലും അത് ബോക്സ് ഓഫീസിൽ അധികം വലിയ ഓളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്നാലും അതൊരു സക്സസ് ആയെന്നാണ് എല്ലാവരുടെയും മാർവൽ അതിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്ക് തിരിച്ചു വന്നെന്നാണ് നമ്മുടെ കെവിൻ ഫെയ്ഗി അടക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇവന്മാർ ടി വി സ്പോട്ടിൻ്റെ മേലെ ടി വി സ്പോട്ട് ഇട്ട് പടത്തിൻ്റെ മൊത്തം കഥ തന്നെ ഏതാണ്ട് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പടം ഫ്ലോപ്പ് ആവുമെന്ന്. പക്ഷേ പടത്തിൻ്റെ കഥ നമ്മൾ ട്രെയിലറിൽ ഇതൊക്കെ കണ്ടിട്ട് പ്രെഡിക്റ്റ് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും കാണാനുള്ള മുതലുണ്ട്. പിന്നെ ഏതൊരു സൂപ്പർ ഹീറോ മൂവിയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എങ്ങനെ പോയാലും എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഇനിയും എല്ലാവർക്കും ഇതിലൊരു ഡൗട്ട് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ അവരുടെ യൂണിവേഴ്സ് നമ്മുടെ എർത്ത് 616 വരുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ അവരവിടെ എത്തുന്നു, അതായത് ഈ ഫെൻറ്റാസ്റ്റിക് മൂവിയിൽ ഇവർ നമ്മുടെ ഗലാക്ടസിൻ്റെ അടുത്ത് തോക്കുമോ, ഈ എർത്ത് നശിപ്പിക്കപ്പെടുമോ, അങ്ങനെയാണോ അവർ നമ്മുടെ എർത്തിലേക്ക് വരുന്നതെന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സിനൊക്കെ ഉള്ള ഉത്തരം ഈ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി ആ സ്റ്റോറിയിലേക്ക് അധികം പോകുന്നില്ല, സ്പോയിലർ ആവും. ആ സ്പോയിലറായിട്ട് നമുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീനും സ്പോയിലർ റിവ്യൂ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. ഫാന്റാസ്റ്റിക് ഫോറിനെ ബേസ് ചെയ്തിട്ട് ഇതിനു മുമ്പ് ഓൾറെഡി 3 പടങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആ 2 ഫാന്റാസ്റ്റിക് ഫോർ പടവും പിന്നെ 2015 ഇറങ്ങിയിട്ടുള്ള പുതിയൊരു റീബൂട്ടും. ആ റീബൂട്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ചവർ പോലെ അങ്ങനെ തന്നെ തൂക്കി എറിയുകയും ചെയ്തു. സോ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒറിജിൻ പറയാത്ത ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോർ 4 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കഥയാണ് ഈ യൂണിവേഴ്സ്. ഈ കഥ നടക്കുന്നത് തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ്. ആ യൂണിവേഴ്സ് മൊത്തം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് സെറ്റിലാണ്. അതായത് ഇപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു 100 വർഷത്തിന് ശേഷം ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ വരച്ചെന്ന് വിചാരിച്ചോ. എങ്ങനെയായിരിക്കും അവരുടെ ഭാവനയിലുണ്ടാവുക ഫ്യൂച്ചർ ഉണ്ടാവുക, അതുപോലെയാണ് ആ യൂണിവേഴ്സ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയില്ലേ 100 വർഷത്തിന് ശേഷം പറക്കുന്ന കാറുകളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ പടത്തിലും കാണിച്ചിരിക്കുന്നത്. പിന്നെ പലർക്കും ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യമായിരുന്നു, അതായത് ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷാലാബൽ സിൽവർ സർഫറിൻ്റെ ക്യാരക്ടർ. ഓൾറെഡി നോർമലി നോറൻ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടറാണ് സിൽവർ സർഫർ ചെയ്യേണ്ടത്. പക്ഷേ ആ ക്യാരക്ടറിനെ ജെൻഡർ സ്വാപ്പ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ വെർഷൻ ഓഫ് സിൽവർ സർഫറിനെയാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ സിൽവർ സർഫർ ഈ പടത്തിന് സൂട്ടായിട്ടുണ്ട്. ആക്ച്വലി ആ ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് നമ്മുടെ നോറൻ റോഡിൻ്റെ സിൽവർ സർഫർ അല്ല. കോമിക്കിൽ ഓൾറെഡി തന്നെ ഷാലാബൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു സിൽവർ സർഫർ ഉണ്ട് വേറൊരു യൂണിവേഴ്സിൽ തന്നെ. അതായത് ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ നോറൻ റോഡിന് പകരം ഈ ഷാലാബൽ നോറൻ റോഡിൻ്റെ തന്നെ ഗേൾ ഫ്രണ്ടാണ് ഈ ഷാലാബൽ സിൽവർ സർഫറായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് ഗലാക്ടസിൻ്റെ ഹെറാൾഡായിട്ട് മാറുന്നത്. ആ ഷാലാബലിനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പടം മൊത്തത്തിൽ അങ്ങ് ഒരു റഷ് ആയതുപോലെ തോന്നി. അതായത് പടം ഏതാണ്ട് 3 ആക്റ്റാണ്, അതായത് 3 രീതിക്ക് പടം പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് ഒന്നിന്ന് അടുത്തടുത്ത് വേഗം പോകുന്ന പോലെ തോന്നും. പടത്തിൻ്റെ ഡ്യൂറേഷനും ഒരു പ്രശ്നമായി തോന്നാം, കാരണം കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. പിന്നെ ഈ പടം കാണാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ള മാർവൽ പടങ്ങളോ ഇതിന് മുമ്പ് ഒരുപാട് പടങ്ങളും സീരീസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഒരു മാർവൽ പടം കാണാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരീസ് കാണാൻ പോകണമെങ്കിൽ ഇതിന് മുമ്പുള്ള കണക്ഷൻസൊക്കെ അറിയണമായിരുന്നു. പക്ഷേ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. നിങ്ങൾ ഒരു നോർമൽ കോമിക് ബുക്ക് ഫാനാണോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ഫാനാണെങ്കിൽ ജസ്റ്റ് വെറുതെ പോയിരുന്ന് ഈ പടം കാണാം. കാരണം ഇതിന് മുമ്പുള്ള കാര്യമായിട്ടുള്ള വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല. ഇതൊരു ഫ്രഷ് സ്റ്റോറിയാണ്. മാത്രമല്ല വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊത്തം സ്റ്റോറി മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട വേറെ ആളാണ് നമ്മുടെ ഗലാക്ടസ്. അതായത് ഇതിന് മുമ്പുള്ള ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ പടത്തിലൊക്കെ ഗലാക്ടസിനെ പ്രാക്ടിക്കലി എങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൊരു രീതിയൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഒരു ക്ലൗഡ് പോലെയൊക്കെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെയുള്ളൊരു ഗലാക്ടസിനെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതും ഈ ഫാന്റാസ്റ്റിക് ഫോർ നമ്മുടെ ഈ ഗലാക്ടസിനെ മീറ്റ് ചെയ്യുമ്പോൾ പുള്ളി താഴോട്ട് നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പടത്തിൽ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അതായത് ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും. അത് ഒരെണ്ണം കുറച്ച് ഫണ്ണാണ്, മറ്റേത് നിങ്ങൾ കണ്ട് തന്നെ അറിയുന്നതായിരിക്കും നല്ലത്. എന്തായാലും പടം കണ്ടിട്ടില്ലെങ്കിൽ പോയി എന്തായാലും കാണാം, വർത്ത് ഓഫ് വാച്ചിങ് ആണ്. അപ്പോൾ പുതിയൊരു സ്പോയിലർ വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.